അപ്പോൾ ഒരു സ്ഥലം നമുക്ക് വെള്ളം കയറുന്നതും മറ്റു സ്ഥലത്ത് എങ്ങനെയാണത് വർക്ക് ആകാൻ നോക്കാമല്ലോ. നമുക്ക് എന്തായാലും വെള്ളത്തിൽ കിടക്കട്ടെ, എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാലോ. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള മെറ്റീരിയലാണ്. നമ്മളതൊരു എക്സ്റ്റീരിയർ ഉപയോഗിക്കാം, ഇന്റീരിയർ ഉപയോഗിക്കാം. നമ്മൾ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മള് ജനുവരി മുതൽ ആ ജൂൺ വരെയുള്ള ഒരു സമയം ചൂട് ഭയങ്കരമാണല്ലോ. ആ ചൂടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഒഴിവാക്കാൻ പറ്റും. സീലിംഗുമായിട്ട് ബന്ധപ്പെട്ടേ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു പണി നമ്മൾ അൽഹംദുലില്ലാ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജിപ്സം സീലിംഗ് ചെയ്യണോ അതോ ഇതുപോലെയുള്ളൊരു പ്രോഡക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ഞാൻ എൻജെ നമ്മളെ സമീപിക്കുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഫൈബർ അല്ല, ഇതൊരു അലൂമിനിയം പ്രോഡക്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലേക്ക് വന്നാൽ ഒരു പഫ് ഷീറ്റ് പോലത്തെ ഒരു സാധനം നോക്കിയേ. ഇത് വെള്ളം വീണാൽ കുഴപ്പമില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇതൊന്ന് പരീക്ഷിക്കുക. അപ്പോൾ ഒരു സ്ഥലം നമുക്ക് വെള്ളം കയറുന്നതും മറ്റു സ്ഥലത്ത് എങ്ങനെയാണത് വർക്ക് ആകാൻ നോക്കാമല്ലോ. നമുക്ക് എന്തായാലും 3 ദിവസം കഴിഞ്ഞ് കംപ്ലീറ്റ്ലി കല്ലൊക്കെ മാറ്റി, ബായ് കണ്ണസിട്ട് തന്ന കല്ലൊക്കെ മാറ്റി, വെള്ളം ഒരു തുള്ളി വെള്ളം വീണ്ട സ്ഥാനത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നൗഫലിനെ വിളിച്ച് പറയുകയും ചെയ്യണം, ഇവിടുന്ന് വെള്ളം താഴേക്ക് വന്നിട്ടുമില്ല, വെള്ളം അങ്ങനെ വെള്ളം ഇതിലേക്ക് കുടിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള മെറ്റീരിയലാണ്. നമ്മളതൊരു എക്സ്റ്റീരിയർ ഉപയോഗിക്കാം, ഇന്റീരിയർ ഉപയോഗിക്കാം. നമ്മൾ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മള് ജനുവരി മുതൽ ആ ജൂൺ വരെയുള്ള ഒരു സമയം ചൂട് ഭയങ്കരമാണല്ലോ. ആ ചൂടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഒഴിവാക്കാൻ പറ്റും. ആ ഒരു സാധനം നിങ്ങൾ എടുത്തു. അതുപോലെ തന്നെ ഇത് നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് 10-20 കൊല്ലം കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് കൊണ്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും പറ്റും. പോളിയൂറിത്തം ഫോമാണ് കാണുന്നത്. ഒന്ന് കാണിച്ച്. പിന്നെ എന്താണ് ഇതാണ് ശരിക്കും അതിനൊരു മെറ്റീരിയൽ കളറും ലൈഫും. ഇല്ലല്ല, ഇത് നമ്മൾ ആലുസിങ്ക് ഷീറ്റാണ്. അലുമിനിയം സിങ്ക് മിക്സ് ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങൾ ഈ ചൂട് കുറവാണെന്ന് ചൂട് കുറയ്ക്കാനുള്ള കാരണം ഇതൊരു ഹീറ്റ് ഇൻസുലേഷൻ പെയിന്റ് ആണ് വരുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലും പോളിയൂറിത്തം ഫോം വരുന്നുണ്ട്. ഞാൻ ചില സ്ഥലത്ത് ഇതേപോലത്തെ PVC സാധനം കണ്ടിട്ടുണ്ടല്ലോ. PVC മെറ്റീരിയൽ വേറെ ഫീലാണ്. അത് നമ്മൾ വ്യത്യാസം എന്തായിരിക്കും നിങ്ങൾ കാണുന്നത്? മെയിൻ ചൂട് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലത്തെ ഇതിന്റെ ലൈഫ് PVC റൂഫിന്റെ 3 ടൈം മോർ ലൈഫ് ഇതിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ വാറണ്ടി വരുന്നത് വാറന്റി 30 years ആണ് വാറന്റി വരുന്നത്. 30 years വാറന്റി. അപ്പൊ ഇതിന്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്? ഇൻസ്റ്റലേഷൻ ഓരോ സൈറ്റ് ഡിപ്പെൻഡ് സൈറ്റ് ആണ്. അപ്പോൾ 30 to 60 rupees വരെ ലേബർ കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ലേബർ കോസ്റ്റ് സൈറ്റ് ബേസ്ഡ് പ്രൈസ് വേരിയേഷൻ വരും. ആണല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അവർക്ക് ഒരു പ്രൈസ് നിങ്ങൾ കസ്റ്റമൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എവിടെ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ ചെയ്യാം.